ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു ബോണ്ടയുടെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന ബോണ്ടയുടെ ടേസ്റ്റ് ഇതുമായിട്ട് എന്തും മാത്രം ഡിഫറെൻ്റ് ആണെന്നറിയാമോ? നിങ്ങൾ ഒറ്റ പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യാതിരിക്കില്ല കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെട്ടൊന്നൊന്ന് അറിയിക്കുകയും കൂടെ ചെയ്താൽ ഒരുപാട് സന്തോഷം. ഈ ഉരുളക്കിഴങ്ങ് ബോണ്ട ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 5 സാമാന്യം വലുപ്പമുള്ള പൊട്ടറ്റോ ആണ്. ഈ പൊട്ടറ്റോ നമുക്കൊന്ന് പാകത്തിനൊന്ന് കുക്ക് ചെയ്തെടുക്കണേ. ഇനിയിപ്പം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് എടുത്തിരിക്കുന്നത് 3/4 ഇഞ്ച് പരുവത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 2 വലിയ പച്ചമുളക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 അല്ലി വെളുത്തുള്ളി ഇച്ചിരി വലുതാണേ, അതും ഒന്ന് മുറിച്ചിട്ട് കൊടുത്ത് ഈ ഒരു പരുവത്തിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുവാണേ. ഇനിയിപ്പോൾ ആ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാമേ. അതിലോട്ട് കടുക് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉടനെ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഞാൻ 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ടൊന്ന് മുറിച്ച് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സി ജാറിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചില്ലേ ഇഞ്ചിയും പച്ചമുളകും എല്ലാം, അതെല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുവാണേ. ഞാൻ ആ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നതും ഈ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കുന്ന ആ ഭാഗത്ത് ക്യാമറ ഓഫായി പോയത് ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ടാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചച്ചുവ മാറിയാൽ മതിയേ. പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് പുഴുങ്ങി നമ്മൾ പൊട്ടറ്റോ എല്ലാം പീൽ ചെയ്തിട്ട് ചെറിയൊരു തരികൾ കാണും, എന്നാലും സാരയില്ല, അതെല്ലാം കൂടെ ഇതിൻ്റെ അകത്തോട്ടിട്ടിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കണേ. അപ്പോൾ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇനിയിപ്പോൾ അതിലോട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ഒരു 2-3 ടേബിൾ സ്പൂൺ വളരെ ചെറുതായിട്ട് നുറുക്കിയ മല്ലിയിലയുമാണേ. ഇതെല്ലാം കൂടെ ചേർത്ത് ഈ മല്ലിയിലയും ഈ പൊടിയും എല്ലാം നന്നായിട്ട് ഒരേപോലെ എല്ലായിടത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കുറച്ചൊന്ന് തണുക്കാൻ അനുവദിക്കണേ. അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇതൊന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കാൻ പറ്റുന്നത്. ഇപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് ഞാൻ 1.5 കപ്പ് കടലമാവ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 2 നുള്ള് കായപ്പൊടിയും ഒരു 3/4 കപ്പ് വെള്ളവുമാണ് എനിക്ക് കറക്റ്റായിട്ടായത്. നിങ്ങൾ ശരിക്കും ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഓരോ ടേബിൾ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം ഓരോ കടലമാവിനും അതിൻ്റെ ആ ഒരു പൊടിക്ക് വ്യത്യാസം വരുമല്ലോ. അതുപോലെ നമ്മൾ ഈ വറക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതിൽ മുക്കി വറക്കാനിടത്തില്ലേ, അതിന് തൊട്ട് മുമ്പ് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി സോഡാപ്പൊടിയും കൂടി ഇടണേ. ഈ ഒരു അളവിൽ ബോണ്ട തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു കപ്പോ 1/4 കപ്പോ ആയാലും മതി കേട്ടോ. ഇത് ഞാൻ വേറൊരു ആവശ്യത്തിനും കൂടി എടുത്തതായതുകൊണ്ടാണ് 1.5 കപ്പ് എടുത്തത്. വളരെ കൊച്ചു കൊച്ചു ബോണ്ടയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. കുറേ കൂടെ ക്യൂട്ടാണ് കാണാനും അതുകൊണ്ട്. അപ്പം ഞാൻ എളുപ്പത്തിന് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഒരു ഫോർക്കിൽ എടുത്ത് വെച്ചിട്ട് അതുകൊണ്ട് തന്നെ മുക്കിയിട്ട് ആ ഫോർക്കിൽ തന്നെ പൊക്കിയെടുത്ത് ആ സൈഡിലോട്ട് അതിൻ്റെ എക്സസ് ആയിട്ടുള്ള ആ ഒരു കോട്ടിങ് ഒന്ന് വടിച്ച് കളഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ എണ്ണയിലിട്ട് കൊടുക്കുകയാണ്. അതുപോലെ എണ്ണയിലിട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഉടനെ തന്നെ അതിങ്ങനെ മാറ്റാൻ നോക്കരുത്, അത് വേറെ പിടിപ്പിക്കാൻ നോക്കല്ല. കുറച്ചൊന്ന് കുക്കായി കഴിഞ്ഞിട്ട് അത് അനക്കാൻ നോക്കാവുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ഇങ്ങനെ വാലുമാക്രികളെ പോലെ കുറേ ഇങ്ങനെ മാവ് ഓടി നടക്കുന്നുണ്ടല്ലോ, അതൊക്കെ അങ്ങ് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് മാറ്റിയിട്ട് കേട്ടോ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ ഇടുമ്പോഴേക്കും ഇതങ്ങ് കരിഞ്ഞിട്ട് മറ്റേ നമ്മുടെ പുതിയ ബോണ്ടയിലോട്ട് ഇത് കയറി പിടിക്കും. അതുകൊണ്ട് ആ വാൽമാക്രികളെയൊക്കെ അങ്ങ് പറക്കി കളഞ്ഞേരും കേട്ടോ. അപ്പോൾ നമ്മുടെ ബോണ്ട ആദ്യത്തെ ആ ഒരു ബാച്ച് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ നല്ല ഒന്നാന്തരം ഒരു ചട്നിയും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ ചൊവ്വാഴ്ച പോസ്റ്റ് ചെയ്യാമേ. ചട്നിയുടെ ഒന്നും ഒരാവശ്യമില്ല കേട്ടോ, അല്ലാതെ തന്നെ നമുക്ക് കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റത്തില്ല, അതുപോലെ നല്ല ടേസ്റ്റാണേ. ആഹാ, അങ്ങനെയാണോ? കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റത്തില്ലേ? എന്നാൽ പിന്നെ ഉണ്ടാക്കണ്ട എന്ന് വെച്ച് കളയല്ലേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്